ஊர்ல முன்னாடி வச்சது. ஊர்ல முன்னாடி இருக்கு. അണ്ണാ ഇങ്ങ ഊർക്കാം. ഈവിൾ ഡെഡ് പോലുള്ള ഹൊറർ സിനിമകളിൽ കാണിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ചുറ്റും. യുവമിഥുനങ്ങളല്ല, തൈക്കിളവി കളവൻ. രാവിലെ തന്നെ ഒരു ചെറിയൊരു ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഓംപ്ലേറ്റും ബുൾസൈക്ക് അത് ഒന്നും ആയില്ല. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ വിശപ്പോടെ. ഇത് നമ്മൾ കൂക്കൽ എന്നുള്ള ഡയറക്ഷൻ പിടിച്ച് പോവുകയാണ്. ഇതിനു മുന്നേ പലവട്ടം നമ്മൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടെങ്കിലും കൂക്കൽ റൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു റൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. കാടിനുള്ളിലെ ഒരു ഗ്രാമം. അത് ഒരു ഗ്രാമമല്ല, നമുക്ക് പൂപ്പാറൈ, കൂക്കൽ, പൂണ്ടി അതൊക്കെ ഒറ്റ റൂട്ടിലാണ് വരുന്നത്. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്യണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. കാടിലൂടെയുള്ള യാത്രയാണ്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ ലേക്കിൻ്റെ ഭാഗം, ഗുണ കേവ്, അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, പൈൻ ഫോറസ്റ്റ്, ഡോൾഫിൻ നോസ്, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കൊടൈക്കനാലിൽ പോകുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം. ഇത്തവണ ബൈക്കിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തിൽ, അതായത് കുറച്ച് ഓഫ് റോഡൊക്കെ പോകാം എന്ന പ്ലാനിലാണ് ഞങ്ങൾ കൂക്കലിലേക്ക് വന്നത്. ചൂട് ചായ, സാൻഡ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇനി കഴിക്കും. ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഒരു വ്യൂ പോയിൻറ്റ്സ് കണ്ടു. അവിടെയാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ പളനിമല വ്യൂ പോയിൻറ്റ്സ് എന്നാണ്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പളനിമല കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല. ഇവിടെ നിന്ന് കൂക്കൽ നിന്ന് 100 കിലോമീറ്ററാണ് പളനിയിലേക്കുള്ള ദൂരം. കൂക്കലേക്ക് പോകുന്ന വഴിക്ക് പൂമ്പാറ ഗ്രാമം, പൂമ്പാറ നമ്മളെ കേരളത്തിലാണ്, മൂന്നാറിൽ. ഇത് പൂമ്പാറൈ എന്നുള്ള സ്ഥലം. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇറങ്ങും, ആ ഗ്രാമത്തിലോട്ട് ഇറങ്ങും. ഒരു ലോഡ് കെട്ടിടങ്ങൾ ഒരു കുന്നിൽ നിർത്തിയിട്ടുണ്ട്. താഴോട്ട് കൃഷി സ്ഥലങ്ങളാണ്, കണ്ടോ. ഇതൊക്കെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഇമേജസ് ആണ്. കൂക്കലിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ്, മധ്യമല്ല വഴിമധ്യത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ടു നമ്മൾ നിർത്തേണ്ടി വന്നു. അത്ര ബ്യൂട്ടിഫുള്ളാണ്. തിരിഞ്ഞു വൈബായിട്ട് കുറച്ച് പയ്യന്മാർ പോകണം. റൈഡ്സ് പോകുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ആൾക്കാരെയും പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടതായിരുന്നു ആ കുറേ കുട്ടികൾ. അവരിങ്ങനെ കോളേജിൽ നിന്നോ എങ്ങാണ്ടും സ്കൂൾ ടൂറിന് വന്ന പിള്ളേരായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അവർക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ റൈഡേഴ്സിനെയും കുറേ ട്രിപ്പ് പോകുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ബോർഡ് കണ്ടു, കൂക്കൽ ലേക്ക് റൈറ്റിലോട്ടാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോകാം. അത് കഴിഞ്ഞ് കൂക്കൽ ഗ്രാമവും പൂമ്പാറയൊക്കെ പോകാം എന്ന പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. കൂക്കലിലേക്ക് പോകുന്ന റൂട്ട് 8 കിലോമീറ്റർ ഇവിടെ താഴോട്ട് പോകണം. താഴോട്ടൊരു ഇറക്കമാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഇറക്കത്തിലേക്ക് തിരിയുമ്പോൾ വിജനമായ റോഡാണ്. 2 സൈഡിലും യുക്കാലിയാണ് അല്ലേ, യുക്കാലിയുടെ മരം, നല്ല മണം, യൂക്കാലിപ്റ്റസ് തൈലത്തിൻ്റെ മണം. അത് മണം നമുക്ക് എന്തായാലും ക്യാമറയിൽ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളത് അനുഭവിക്കുന്നു. യുവമിഥുനങ്ങളല്ല, തൈക്കിളവി കളവൻ. തിരിച്ചുവിടും അങ്ങോട്ട്. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് കണ്ടത് ഒരു സൈഡ് നിൽക്കുന്ന മരങ്ങളെല്ലാം കരിഞ്ഞു നിൽക്കുന്നു. ആ ഭാഗം മാത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും ഇപ്പുറത്തെ സൈഡിലെല്ലാം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കരിഞ്ഞതാണോ, കരിയിച്ചതാണോ, തീ ഇട്ടതാണോ, തീ പടർന്നതാണോ ഒന്നും അറിയാൻ വയ്യ.
മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ആംബിയൻസ് ആണ്. ഇത് ഈ കൂക്കലിലേക്ക് പോകുന്ന റൂട്ടിൽ രണ്ട് സൈഡിലും യൂക്കാലിയാണെന്ന് പറഞ്ഞത്. രണ്ടും എന്തോ തീയെത്തിയിട്ടെങ്ങാണ്ട് എല്ലായിടവും കറുത്തിരുണ്ടാ നിൽക്കണം. നമ്മളൊരു ഹൊറർ സിനിമ കാണുന്ന ഫീലാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലൊരു സെറ്റപ്പാണ്. ഈവിൾ ഡെഡ് പോലുള്ള ഹൊറർ സിനിമകളിൽ കാണിക്കുന്ന ഒരു ആംബിയൻസാണ് ചുറ്റും. കാര്യം ഒരു ബ്ലാക്കും എന്താണ് എല്ലാം കരിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. കാട്ടിനുള്ളിലെ ഗ്രാമങ്ങൾ കാണാൻ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അങ്ങോട്ടേക്ക് പെട്രോൾ പമ്പൊന്നും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡും ഒക്കെ കരുതിയിരിക്കണം. കാര്യം ഗ്രാമത്തിനുള്ളിൽ കടകൾ കാണുമെന്നോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അതുമാത്രമല്ല, അവിടെ ഇതുപോലെ കാടിനുള്ളിലെ ഗ്രാമങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവരുടെ കൃഷിസ്ഥലങ്ങളും വീടും ആ ഒരു ഗ്രാമാന്തരീക്ഷം അതൊരു പ്രത്യേക ഭംഗിയാണ്. അത് ഏത് സ്ഥലമാണെങ്കിലും, നമ്മളിപ്പോൾ വട്ടവട, റോസ്മല ഇതുപോലെയുള്ളൊരു സ്ഥലമാണ്. കുറേ ദൂരം നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ്. അതുപോലുള്ളൊരു അടിപൊളി യാത്രയായിരുന്നു കൂക്കലിലേക്കുള്ളതും. പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, എന്ത് രസമുള്ളൊരു വഴിയാണ്. നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു കൂക്കലിലേക്കുള്ള ഈ യാത്ര. ഞങ്ങൾ കൂക്കലിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ ഫ്രെയിമിലൊക്കെയുള്ള റിസോർട്ടൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഓൾറെഡി റൂമൊക്കെ കൊടൈക്കനാൽ എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങൾ കൂക്കലിലെ സ്റ്റേയെ പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും കൂക്കലിൽ സ്റ്റേ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. അവിടെ 2-3 റിസോർട്ടൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഏതിനെങ്കിലും നമുക്ക് പോയി സ്റ്റേ ചെയ്യാമെന്ന്. കൂക്കൽ ലേക്കിനോട് ചേർന്നൊക്കെ ഒരു അടിപൊളി റിസോർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂക്കൽ ലേക്ക്, പിന്നെ ഒരു വാട്ടർഫോൾ, അതൊക്കെയാണ്. അപ്പോൾ കൂക്കൽ ലേക്കിൻ്റെ ഒരു പാട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ദൂരം കൂടി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കുറേ പുൽത്തകിടിയും അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ലേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഗ്രാമത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഫുൾ കൃഷിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ പോയി കൃഷി സ്ഥലത്തൊക്കെ പോയ വീഡിയോസൊക്കെ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. குண்டுப்பட்டி இது இது கூக்கால். கூக்கல். கூக்கல் பேர் எப்படி கிடக்கு? கூக்கல் தெரியாதா? ஊர்ல முன்னாடி வச்சது. ஊர்ல முன்னாடியே இருக்கு. ஆனா இங்க இருக்கா? இது ஆனா கூக்கல் மீன்ஸ் பூ.
அந்த கூக்கல அந்த கூക്കലല്ലേ എന്നാ சொல்லு KOOKL കൂക്കൽ 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 എന്ന് വെച്ചാ கொடைக்கானல் கூக்கல் கூக்கல் ஏதாவது மீனிங் இருக்கா ஏதாவது அர்த்தம் இருக்கா இது அர்த்தம் லேக் இருக்கு லேக் லேக் ஹோல்ஸ் எங்க இருக்கு லேக் லேக் இருக்குல்ல லேக் வந்து அரப்பர்லாம் 1 கிலோமீட்டர் என்னென்ன கிருஷி இருக்குங்க ஃபால்ஸ் லேக் ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഓക്കെ കൊടൈക്കനാലിലാണ് കൂക്കലിലാണ് സോമസുന്ദരൻ എന്ന് പറയുന്ന ഒരു കർഷകന്റെ ഫാമിനകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. മണ്ണ് ഒരിക്കലും ചതിക്കില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളെ സോമസുന്ദരേട്ടൻ. ഈ കൂക്കലിലെ ഈ ഗ്രാമത്തില് പൊന്ന് വിളയിക്കുകയാണ് ചേട്ടൻ ഇവിടെ. പൊന്ന് ഇതാ നോക്കിയേ എന്തൊക്കെയാ അതിനകത്ത് കൃഷി ചെയ്തേക്കുന്നത്.